എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിശ്ചല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ. മത്തായി 17-ന്റെ 17, 18 വാക്യങ്ങൾ. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മറുരൂപമലയിൽ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കർത്താവിനെ സ്വീകരിച്ചത് ഒരു രോഗിയായ മകൻ്റെ അപ്പനാണ്. ചന്ദ്രരോഗമെന്ന് അതിനെ രേഖപ്പെടുത്തുന്നുണ്ട്. ജനക്കൂട്ടത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന കർത്താവും ശിഷ്യന്മാരും. അന്ധകാരത്തിൻ്റെ ശക്തി അവിടെ ഉണ്ട്. ഒരാൾ അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി ഒരപേക്ഷ കഴിച്ചു എന്നാണ്. ചന്ദ്രരോഗം പിടിച്ച് അതിദാരുണമായി കഷ്ടപ്പെടുന്ന തൻ്റെ മകനോട് കരുണ കാണിക്കണമെന്നാണ് അപേക്ഷ. അവൻ പലപ്പോഴും തീയിലും വെള്ളത്തിലും വീഴുന്നു. അവൻ ഭൂതത്താൽ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ കാലത്ത് നാം സാത്താനെ സേവിച്ചതിൻ്റെ ഒരു ചിത്രമായി വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ സാർവത്രികമായ സൗഖ്യം ഉണ്ടാകുന്നതിനെയാണ് ഇത് കാണിക്കുന്നത്. ആ മനുഷ്യൻ പറയുന്നത് തൻ്റെ മകനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു, എന്നാൽ അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അവർ കർത്താവിങ്കിൽ നിന്നും ശക്തി പ്രാപിച്ചവരാണ്. എങ്കിലും മറുരൂപമലയുടെ താഴ്വാരത്തിൽ ആവശ്യഭാരത്താൽ കാത്തിരിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്ന ചിത്രം ഈ സംഭവത്തിലൂടെ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നു. മത്തായി 10-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ ഈരണ്ടായി ശുശ്രൂഷയുടെ ആദ്യകാലത്ത് പല ഗ്രാമങ്ങളിലേക്ക് അയച്ചപ്പോൾ അവർ അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും ഭൂതങ്ങൾ കീഴടങ്ങിയതിൽ കർത്താവ് സന്തോഷിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നു. ഇതൊരു പ്രശംസയായി കർത്താവിനോട് പറയുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം 2 വർഷക്കാലത്തോളം കർത്താവിനോട് കൂടെ നടന്ന് വചനം കേൾക്കുകയും ഉപദേശം ഗ്രഹിക്കുകയും വീരപ്രവൃത്തികൾ ചെയ്യുന്നത് കാണുകയും ഒക്കെ ഇവർ ചെയ്തതാണ്. ഇപ്പോൾ മറുരൂപമലയുടെ അടിവാരത്തുണ്ടായിരുന്ന ശിഷ്യന്മാരും ആളുകളും, അതായത് അവിടെ കൂടിയുന്ന ആളുകൾ, അവരുടെ മുൻപാകെ ശിഷ്യന്മാർ എത്ര പരിശ്രമിച്ചിട്ടും ഭൂതത്തെ പുറത്താക്കാൻ കഴിയുന്നില്ല. ഇതൊരു വേണമെങ്കിൽ ഒരു ആത്മീയമായ അധപതനത്തിലേക്ക് അവർ വീണുപോയി എന്ന് പറയാം. ഒരു കാലത്ത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായി സൗഖ്യദായക ശുശ്രൂഷകൾ ചെയ്യാൻ കർത്താവ് അധികാരം കൊടുക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്ത ശിഷ്യന്മാർ ഇവിടെ പരാജയപ്പെട്ടു പോയതിൻ്റെ കാരണം മറുരൂപ മല അവർക്ക് ഏറെക്കുറെ ഒരു സുഖവാസ കേന്ദ്രം പോലെ തോന്നി. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഇവിടെ കുടിലുണ്ടാക്കാം, ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും ഒന്ന് നിനക്കും, ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി കുടിലുണ്ടാക്കാം, ഇതിൻ്റെ പരിസരത്ത് തന്നെ കഴിയാം എന്നതായിരിക്കാം പത്രോസിൻ്റെ ചിന്ത. എന്നാൽ കർത്താവ് അവരോട് പറയുന്നത് താഴ്വരയുടെ ദുഃഖം ഏറ്റുവാങ്ങാൻ ഇറങ്ങിപ്പോകണം എന്നതാണ്. കർത്താവിന് അവരുടെ വിശ്വാസക്കുറവിൽ ദുഃഖം തോന്നി. രോഗിയെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ആ നാഴിക മുതൽ ബാലന് സൗഖ്യം ലഭിച്ചു. ഈ അത്ഭുതം മർക്കോസ് 9-ാം അധ്യായത്തിലും അതുപോലെ ലൂക്കോസ് 9-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നു. മർക്കോസ് ഇതിൻ്റെ കൂടുതൽ വിശദീകരണം തരുന്നുണ്ട്. തങ്ങളുടെ തോൽവിയുടെ കാരണം ശിഷ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. ഭൂതത്തെ പുറത്താക്കാൻ അവർക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അവർ യേശുവിനോട് ചോദിച്ചു. അതിൻ്റെ മൂല കാരണം വിശ്വാസക്കുറവാണെന്ന് യേശു പറഞ്ഞു. അവർക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഒരു മല തന്നെ നീക്കിക്കളയാൻ കഴിയും എന്ന് കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. മല എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഏറ്റവും വലിയ തടസ്സം എന്നാണ്.
കടുകുമണിയോളം വിശ്വാസം എന്ന് പറയുമ്പോൾ ചെറിയ വിശ്വാസം എന്നല്ല, പൊള്ളയില്ലാത്ത വിശ്വാസം എന്നാണ്. അകം നിറഞ്ഞിരിക്കുന്ന വിശ്വാസമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിരിപ്രവർത്തികൾ, സൗഖ്യദായക ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ വിശ്വാസത്തെ മാറ്റുരയ്ക്കുന്ന സന്ദർഭമാണ് ഇങ്ങനെയുള്ള ഇടങ്ങൾ. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം, അത് ദൈവനാമഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സാമീപ്യം കൊണ്ടും സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായി ജീവിപ്പാൻ നമുക്ക് സാധിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. കരുണ നിറഞ്ഞ ഞങ്ങളുടെ ദൈവമേ, പുതിയ പ്രഭാതത്തിൻ്റെ എല്ലാ സാധ്യതകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മറുരൂപമലയുടെ മഹത്വത്തെക്കാൾ താഴ്വരയുടെ ദുഃഖം കാണാൻ ഞങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ആളുകൾ, കൈനീട്ടുന്നവർ, അപേക്ഷിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, അങ്ങനെ ധാരാളം ആളുകളുണ്ടല്ലോ. അവരുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ തിരുസാന്നിധ്യത്തിൻ്റെ നിറവിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും സംസാരിപ്പാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. യേശു മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.